പാലക്കാടിനെ ജനസാഗരമാക്കി പ്രധാന സേവകന്റെ റോഡ് ഷോ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാർ, പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത തുടങ്ങിയവർ തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അക്ഷരാർത്ഥത്തിൽ പാലക്കാടൻ തെരുവിനെ ജനസാഗരമാക്കിയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നുപോയത്. റോഡ് ഷോയ്ക്ക് ശേഷം സംസ്ഥാന അധ്യക്ഷനും സ്ഥാനാർത്ഥികളും ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായി നിരത്തിലിറങ്ങി. കേരള മണ്ണിലെ പരിവർത്തനത്തിന്റെ സൂചനയാണ് റോഡ് ഷോയിലെ ജനപങ്കാളിത്തമെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാടൻ ജനത നരേന്ദ്രമോദിജി ഏറ്റെടുത്തു കഴിഞ്ഞുള്ളതാണ്. ഇന്ന് കാലത്ത് 8 മണി മുതൽ ഈ പൊരിവെയിലത്ത് 10,000-കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വന്നു. ആബാലവൃദ്ധം ജനങ്ങൾ വന്നു. പാലക്കാടും കേരളവും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണെന്ന് കണ്ടിരിക്കുന്നത്. വലിയ മുന്നേറ്റം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് ഉണ്ടാകും. വലിയ ആവേശമാണ് കാണുന്നതെന്നും പാലക്കാട് വിജയക്കൊടി പാറിക്കുമെന്നും പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാർ പ്രതികരിച്ചു. പാർട്ടി പ്രവർത്തകരോടൊപ്പം തന്നെ പാലക്കാടത്തെ പൊതുജനവും പൗരാവലിയും വലിയ തോതിൽ മോദിജിയെ കാണാനായിട്ട് വളരെ ആവേശത്തോടു കൂടിയിട്ട് തെരുവീതികളിലെത്തി വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് വരവേൽപ്പ് നൽകിയത്. മോദിജിയോടൊപ്പമാണ് കേരളത്തിലെ ജനം എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ വരവും, കേരളത്തിലേക്കുള്ള വരവും തെളിയിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് മോദിജിയെ കാണാനായിട്ട് ഓരോ തവണയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ അണിനിരന്നത്. മോദിയുടെ സാന്നിധ്യം കൂടുതൽ ഊർജം പകർന്നെന്നും മുന്നോട്ടുള്ള കുതിപ്പിന് ഇത് സഹായിക്കുമെന്നും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത പറഞ്ഞു. തീർച്ചയായിട്ടും മോദിയോടൊപ്പമാണ് കേരളീയർ എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ മോദിജി കേരളത്തിൽ എത്തുമ്പോഴെല്ലാം ജനങ്ങൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹം തന്നെ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും മോദി തരംഗം കേരളത്തിലും മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നവർ കേരളത്തിലും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. സംസ്ഥാന അധ്യക്ഷനെയും സ്ഥാനാർത്ഥികളെയും വലിയ ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത്. ഓരോ പ്രവർത്തകരോടും സംസാരിച്ചതിനു ശേഷമാണ് സ്ഥാനാർത്ഥികൾ മടങ്ങിയത്. ജനം, പാലക്കാട്.